ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറി നമുക്കറിയാം. അപ്പം 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കൂ, ആദ്യം തന്നെ ഇവിടെ ഒരു അമ്മയും മോളും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് തുടങ്ങുന്നത്. ആ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, ഹേയ്, ദർ ഈസ് എ വാട്ടർ ഓൺ ദി റോഡ്, മോം പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. അമ്മേ, റോഡിൽ എന്തുണ്ട്? വെള്ളമുണ്ട്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ പറയുക. അപ്പോൾ അമ്മ പറയുന്ന മറുപടി, ഇറ്റ് ഈസ് സമ്മർ നൗ, നോ ചാൻസ് ഓഫ് വാട്ടർ ലോഗിങ്, സി വെൻ യു റീച്ച് ദെയർ. ഇപ്പം സമ്മറാണ്, വേനൽക്കാലമാണ്, അപ്പോൾ അവിടെ വെള്ളം കിടക്കാൻ യാതൊരു ചാൻസും ഇല്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം എന്ന് പറയുക. അപ്പം എന്തുമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായത്? അവിടെ ചെല്ലുമ്പം ആ കുട്ടിക്ക് തോന്നിയൊരു തോന്നൽ, ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നത് അവിടെ കാണത്തില്ല. അപ്പം എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കും ഇതുപോലെ തോന്നലുണ്ടായിട്ടുണ്ട്. നല്ല വെയിൽ സമയത്തൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പം ദൂരെ വെള്ളം കെട്ടിക്കിടക്കുന്ന കൂട്ട് തോന്നും. പക്ഷെ അടുത്ത് ചെല്ലുമ്പം അത് വെറും തോന്നലായിരുന്നു, അവിടെ അങ്ങ് ഒരു വെള്ളവും ഇല്ലയെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇതിനൊക്കെയുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് വേറെ ഒരു എക്സ്പെരിമെൻ്റ് വന്നേക്കുന്നത്. അവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്ന പിക്ചറിലോട്ട് നോക്കണം. അവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കണം. എന്ന് വെച്ചാൽ ലൈറ്റ് കടത്തി വിടുന്ന, നമുക്ക് പുറത്തു നിന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രം എടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/4 ഭാഗവും വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ച ശേഷം അതിലേക്ക്, ആ വെള്ളത്തിലേക്ക് 2-3 തുള്ളി പാലൊഴിക്കണം. പാലൊഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിന് മുകളിൽ എന്ത് കൊടുക്കണം? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വിരിക്കണം. എന്നിട്ട് ആ ബാക്കി ഭാഗം എന്തുമായിരിക്കും? വെള്ളമില്ലാത്ത ഭാഗം എയർ ആയിരിക്കും. ആ ഭാഗത്ത് പുക നിറയ്ക്കണം, സ്മോക്ക് നിറയ്ക്കണം. എന്തിനായിരിക്കും? നമുക്ക് ആ പാത്ത്, നമ്മൾ എന്തിനാണോ എക്സ്പെരിമെൻ്റ് ഇപ്പം എന്തിനാണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ലേസർ ടോർച്ച് അടിച്ച് നോക്കുമ്പം എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്? ഓക്കെ, ലേസർ ടോർച്ച് അടിക്കുമ്പം അത് നമ്മൾ ചരിച്ചാണ് അടിക്കുന്നത് അല്ലേ? ചരിച്ചടിക്കുന്ന ആ ലൈറ്റ് വന്നിട്ട് എവിടെ? ആദ്യം എയറിലൂടെ സഞ്ചരിച്ച് പിന്നെ വാട്ടറിലേക്ക് എത്തുമ്പം അത് വന്ന വഴിക്ക്, അതിൻ്റെ വന്ന പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ, വളവ് സംഭവിക്കുന്നുണ്ട് ഇല്ലേ? അത് ആ വായിലൂടെ വരുന്നിടം വരെ ഇല്ലായിരുന്നു. എപ്പോഴാണോ വെള്ളത്തിലേക്ക് കയറിയത് ആ ഭാഗം വെച്ചിട്ടാണ് അതിന് വളവ് സംഭവിച്ചത് ഇല്ലേ? അപ്പം ആ ഗ്ലാസും വെള്ളമൊക്കെ തന്നേക്കുന്നതാണ് താഴെ വരച്ച് കാണിച്ചേക്കുന്നത്. എയറിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് വരുന്നു, വാട്ടറിൽ എത്തിയപ്പോഴേക്കും അതിൻ്റെ പാതയ്ക്ക് ഡീവിയേഷൻ സംഭവിച്ചു. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി മീഡിയംസ് ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് വിത്തിൻ ട്രഫ്. ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് വന്നത് ലൈറ്റ്? ആദ്യം എയറിലൂടെ വന്നു, പിന്നെയോ വാട്ടറിലൂടെയും വന്നു. ഹൗ വിൽ the path of light ray be when it passes through only one medium? ഓക്കെ, അതിപ്പം രണ്ട് വെള്ളത്തിലൂടെയും എയറിലൂടെയാണ് വന്നത്. അത് ഒരേ മീഡിയത്തിലൂടെ ആയിരുന്നു വന്നെങ്കിൽ, മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നെങ്കിൽ വാട്ടറിലൂടെ മാത്രമായിരുന്നു ലൈറ്റ് വന്നെങ്കിൽ, അല്ലെങ്കിൽ വായുവിലൂടെ മാത്രമായിരുന്നു ലൈറ്റ് വന്നു എങ്കിൽ അതിൻ്റെ പാത്തിന് ഇതുകൂട്ട് ഡീവിയേഷൻ സംഭവിക്കുമായിരുന്നോ? ഇല്ല, സംഭവിക്കത്തില്ല. കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ മീഡിയം ചേഞ്ച് ആയപ്പോഴാണ് അതിനെന്ത് സംഭവിച്ചത്? ഡീവിയേഷൻ സംഭവിച്ചത്. അപ്പം മീഡിയം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഡീവിയേഷൻ വരുമോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി ഡീവിയേഷൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ? അത് ചരിഞ്ഞ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പം അതിൻ്റെ ഡയറക്ഷന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉണ്ടാവുമോ? ഉണ്ടാവും. യെസ്. വേർ ഡസ് ദി റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ? എവിടെ വെച്ചാണ് അതിൻ്റെ പാതയ്ക്ക് ഡീവിയേഷൻ സംഭവിച്ചത്? എവിടെ വെച്ചാണ്? നമുക്ക് നോക്കിയപ്പോഴേ മനസ്സിലായി, എയറിൽ നിന്നും വാട്ടറിലേക്ക് എത്തിയപ്പോഴാണ്. എയറിലൂടെ പോയായിരുന്നെങ്കിൽ അതിൻ്റെ ഡീവിയേഷൻ ഒന്നും സംഭവിക്കത്തില്ല. വാട്ടറിലൂടെ മാത്രമാണ് പോയിരുന്നെങ്കിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കത്തില്ല. മീഡിയം ചേഞ്ച് ആയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഡീവിയേഷൻ സംഭവിച്ചത്. വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ, അത് ചരിഞ്ഞ് വേറൊരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോയപ്പോഴാണ്
ഡീവിയേഷൻ സംഭവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ദെയർ ബി എ ഡീവിയേഷൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി. ഇൻസിഡൻറ്റ് നോർമലി എന്ന് വെച്ചാൽ നേരെ വന്നു പതിച്ച ലൈറ്റ് ചരിയാതെ നേരെ തന്നെ വന്ന് പതിച്ച, ലംബമായിട്ട് തന്നെ വന്ന് പതിച്ച അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുമോ? നേരത്തെ നമ്മൾ ചരിച്ച് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഇവിടെ നേരെ വരുമോ? രണ്ട് മീഡിയം തന്നെ പക്ഷെ നേരെ വരുമോ? നേരത്തെ ചെയ്ത അതേ എക്സ്പെരിമെൻറ്റ് ആ ലേസർ ലൈറ്റ് നമ്മൾ ചരിച്ചടിച്ചതിന് പകരം നേരെ പിടിച്ചടിക്കുമ്പം അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, അത് നേരെ തന്നെ പോവുകയാണ്. നേരത്തെ നമ്മൾ നോക്കിയ 2 എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം, ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു മീഡിയത്തിലൂടെ ആണെങ്കിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതിൻ്റെ പാത എങ്ങനെയായിരിക്കും? പ്രകാശത്തിൻ്റെ പാത നേർരേഖയിലായിരിക്കും. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. പക്ഷേ അതിൻ്റെ ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് അത് ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനർത്ഥം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ. അതെങ്ങനെയായിരിക്കും? ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ചരിഞ്ഞു വന്ന് പതിച്ചത് കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദർ വിൽ ബി നോ ഡീവിയേഷൻ ഇൻ ദി പാത്ത് ഓഫ് ദി റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി. പക്ഷേ അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നില്ല, ഒരു രീതിയിലുള്ള ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. അത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് നേർരേഖയിലായിരിക്കും. നേർരേഖയിലായതുകൊണ്ടായിരിക്കും അത് ലംബമായിട്ട് വന്ന് പതിക്കുന്നതുകൊണ്ടായിരിക്കും അതിന് ഡീവിയേഷൻ സംഭവിക്കാത്തത്. മനസ്സിലായോ? ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 3 പോയിന്റ്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പം, ചരിഞ്ഞ് വന്ന് പതിക്കുമ്പം അതിൻ്റെ പാതയ്ക്ക് ഡീവിയേഷൻ ഉണ്ടാകും. അതേസമയം നോർമലായിട്ട് വന്ന് പെർപെൻഡിക്കുലറായിട്ട് വന്ന് പതിക്കുകയാണെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്കാണെങ്കിലും അതിന് ഡീവിയേഷൻ സംഭവിക്കില്ല. ഒരേ മീഡിയത്തിലൂടെ മാത്രമാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും ഡീവിയേഷൻ സംഭവിക്കത്തില്ല. എപ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ചരിഞ്ഞു വന്ന് പതിക്കണം, എങ്കിലേ ഡീവിയേഷൻ സംഭവിക്കൂ. മനസ്സിലായോ ഇത്രയും കാര്യം? അടുത്തായിട്ട് നോക്കി. ഒബ്സർവ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ടോയ് കാർ മൂവിങ് ഫ്രം എ സ്മൂത്ത് സർഫസ് ടു എ റഫ് സർഫസ്. ഇവിടെ പിക്ചറിൽ കൊടുത്തേക്കുന്ന കൂട്ട് ഒരു കാറ് സ്മൂത്ത് സർഫസിൽ നിന്നും നല്ല റഫായിട്ടുള്ള സർഫസിലേക്ക് മൂവ് ചെയ്യിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്? അതിൻ്റെ ഡയറക്ഷനും സ്പീഡിനും എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത്? നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ അറിയാം, നല്ല സ്മൂത്തായിട്ടുള്ള റോഡിലൂടെ പോകുമ്പോഴും അവിടുന്ന് നല്ല കുണ്ടും കുഴിയുള്ള റോഡിലോട്ട് കയറുമ്പോഴും ഉള്ള അവസ്ഥ ഇല്ലേ? നമ്മൾ നല്ല റോഡിലൂടെ പോകുമ്പോൾ എങ്ങനെയായിരുന്നായിരിക്കും? നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ച് നല്ല സ്പീഡിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതേസമയം ആ റോഡ് ചേഞ്ച് ചെയ്ത് അങ്ങനെയുള്ള റോഡിലോട്ട് കയറുമ്പം ആ സ്പീഡിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം. അതുകൂട്ട് താണ്ട് ഇവിടെ തന്നേക്കുന്ന കൂട്ട് ആദ്യം സ്മൂത്ത് സർഫസിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച കാറ് റഫ് സർഫസിലോട്ട് കയറുമ്പം അതെന്തെടുക്കും? അത് തീർച്ചയായിട്ടും നമുക്കറിയാം സ്ലോ ആയാവും. പിന്നെയോ അതിൻ്റെ പാതയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ആ സഞ്ചരിച്ച പാതയിൽ നിന്നും വേറെ ഇച്ചിരി മാറി സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ ലൈറ്റ് ട്രാവൽ ചെയ്ത കൂട്ട് ഇവിടെ സർഫസ് മാറിയപ്പം ഇതിൻ്റെ പാത്തും മാറിയിട്ടുണ്ട്. ഈസ് ദെയർ ഈസ് എ ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കാർ. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ കാറിൻ്റെ? യെസ്. വേർ ഡസ് ദിസ് ചേഞ്ച് ഒക്കോർ? എവിടെ വെച്ചാണ് ചേഞ്ച് ചെയ്തത്? എവിടെ വെച്ചാണ്? സർഫസ് ചേഞ്ച് ചെയ്തപ്പം. എപ്പോഴാണോ സ്മൂത്ത് സർഫസിൽ നിന്നും റഫ് സർഫസിലേക്ക് മാറിയപ്പോഴാണ് ചേഞ്ച് സംഭവിച്ചത്. ഡിഡ് ദി കാർ മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫസ്? ഈ കാറ് 2 സർഫസിൽ ഒരേ സ്പീഡിലാണോ മൂവ് ചെയ്തത്? അല്ല, നോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർഫസ് ചേഞ്ച് ചെയ്തപ്പം അതിൻ്റെ സ്പീഡിനും ഡയറക്ഷനും എല്ലാം ചേഞ്ച് സംഭവിച്ചു. അതേസമയം ഇതിൽ കാറിൻ്റെ കേസ് ഇവിടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ്. ലൈറ്റ് ആണെങ്കിലും അതിൻ്റെ സർഫസ്, ഇവിടെ സർഫസിന് വരെ നമ്മൾ എടുക്കുന്ന മീഡിയം, നമ്മൾ വാട്ടർ ആവാം, എയർ ആവാം, അങ്ങനെ മീഡിയം ചേഞ്ച് ആവുന്നതിനനുസരിച്ചും അതിൻ്റെ സ്പീഡിനും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനും
ഡയറക്ഷനും ചേഞ്ച് സംഭവിക്കും. അത് മനസ്സിലാക്കാനാണ് നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രം തന്നേക്കുന്നത്. The change in direction is caused by the change in the speed of the car as it moves from one surface to the another. അപ്പം ഇവിടെ കാറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കാരണം അതിൻ്റെ സ്പീഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു സർഫസിൽ നിന്നും മറ്റ് സർഫസിലേക്ക് പോയപ്പം ഇവിടെ സ്മൂത്തിൽ നിന്നും റഫിലേക്ക് കാർ സഞ്ചരിച്ചപ്പം അതിൻ്റെ സ്പീഡിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡയറക്ഷന് ചേഞ്ച് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ലൈറ്റും ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പം അതിൻ്റെ സ്പീഡിനും ഡയറക്ഷനും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ സ്പീഡിന് ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതാണ്. അപ്പം ഈ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ്. ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് കോസ് ദി ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്. അവിടെ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? കുറച്ച് മീഡിയവും അതിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡുമാണ് കൊടുത്തേക്കുന്നത്. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, ഈ 4 മീഡിയ തന്നേക്കുന്നത്. ഈ 4 മീഡിയവും ലൈറ്റിനെ കടത്തി വിടുന്നവയാണ്. അപ്പം എയറിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 3 × 10⁸ m/s. വാട്ടറിലൂടെ ആകുമ്പം എയറിനെക്കാട്ടി കുറഞ്ഞ് 2.25 × 10⁸ m/s ആയി. ഗ്ലാസ് ആകുമ്പം അതിലും കുറഞ്ഞ് 2 × 10⁸ m/s ആയി. ഡയമണ്ട് ആയപ്പം അതിലും കുറഞ്ഞ് 1.25 × 10⁸ m/s ആയി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ. നേരത്തെ നമ്മൾ നോക്കിയ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഓരോ മാധ്യമത്തിലും ഓരോ സ്പീഡിലായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. The speed of light differs in various mediums due to the difference in their optical densities. അപ്പോൾ എന്താണ് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വ്യത്യാസം കാരണമാണ് ഓരോ മാധ്യമത്തിലും ഓരോ സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. മീഡിയം മാറുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡിനുണ്ടാകുന്ന ചേഞ്ചിൻ്റെ കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷനാണ്. അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? പുതിയ ടേമാണ്, നമ്മളിതുവരെ നോക്കിയിട്ടില്ല. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദി മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ് പറയുന്നത്? ദ എബിലിറ്റി ഓഫ് എ മീഡിയം, ഇതെന്ന് പറയുന്നത് ഒരു മീഡിയത്തിൻ്റെ കഴിവാണ്. എന്തിനുള്ള കഴിവാണ്? ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദി മീഡിയം, അതിലൂടെ പോകുന്ന ആ മീഡിയത്തിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡിനെ സ്വാധീനിക്കാനുള്ള ആ മീഡിയത്തിൻ്റെ കഴിവിനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ മീഡിയത്തിൻ്റെ കഴിവിനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. മനസ്സിലായോ? അടുത്തതായിട്ട്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ലൈറ്റിൻ്റെ സ്പീഡ് കുറവുള്ള മീഡിയത്തിൽ കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും. അപ്പം അതിനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം. എന്നുവെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിനെ പറയുകയാണ് ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം. അതിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അടുത്ത് പറയുന്നത്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ഇൻ എ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കലി റെയറർ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും എപ്പം? അതിലൂടെയുള്ള ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാകുമ്പം ലൈറ്റിൻ്റെ സ്പീഡ് കൂടും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പം സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പം സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്നു. എന്നിട്ട് പറയുന്നു, നോട്ട് ദാറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അതിന് മെറ്റീരിയൽ ഡെൻസിറ്റിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നോക്കിയേ, ഇവിടെ മീഡിയം തന്നിട്ടുണ്ട്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന നമ്മൾ പഠിച്ച ആ 4 മീഡിയങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് ഇത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അറേഞ്ച് ദ മീഡിയംസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പഠിച്ചു, അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം വരുന്നത് എയർ ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള ആളാണ് എയർ. അത് കഴിഞ്ഞാൽ വരുന്നത് ആരാണ്?
വാട്ടർ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിനെക്കാട്ടി കുറച്ച് കൂടുതലുള്ളവർക്ക് വാട്ടറിന്. അത് കഴിഞ്ഞ് വരുന്നത് ഗ്ലാസ്. അത് കഴിഞ്ഞ് വരുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള, ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള ഡയമണ്ട്. മനസ്സിലായോ? അപ്പം ആദ്യം എയർ, പിന്നെ വാട്ടർ, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിനും ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡയമണ്ടിനും. അപ്പം സ്പീഡ് ലൈറ്റിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതലുള്ള മീഡിയ ഏതായിരിക്കും? ആലോചിച്ച്. നേരത്തെ കോളത്തിൽ നമ്മൾ പഠിച്ചു. അതുകൂടാതെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പം ലൈറ്റിൻ്റെ സ്പീഡും കുറയുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ആരാണ്? ഡയമണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഏറ്റവും കുറവ് സ്പീഡിൽ ലൈറ്റ് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ലൈറ്റ് പോകുന്നത് ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ആളാണ്. ആരാണ്? എയർ. ഇതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ വേണേൽ ചോദിക്കാം. ഓർഡർ കറക്റ്റാക്കി എഴുതാൻ. മനസ്സിലായല്ലോ? റിഫ്രാക്ഷൻ, മലയാളം അപവർത്തനം എന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതല്ലേ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. നമുക്ക് പഠിക്കാം. അതിനു മുന്നേ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. നോക്കിയേ. ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്കൊരു കഷ്ണം വൈക്കോലിടുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പം എന്തെങ്കിലും മാറ്റം ആ വൈക്കോലിന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ആ വൈക്കോലിന് ഒരു മാറ്റവും ഇല്ല. അതേസമയം അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ വൈക്കോലിടുമ്പം നമുക്കതിൻ്റെ അതിലെന്തെങ്കിലും വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പിക്ചറിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും അതിലൊരു വളവ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലേ? അതിൻ്റെ കാരണം എന്താണ്? അത് നമുക്ക് അടുത്ത ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആകുന്നേക്കുന്നത്. നേരത്തെ ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് ഒരു വലിയ പാത്രത്തിൽ ചെയ്യുവാന്നേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല. ആ കുട്ടി ആ വൈക്കോലിനെ ആദ്യം വെള്ളമൊന്നും നിറയ്ക്കാത്തൊരു പാത്രത്തിൽ വൈക്കോൽ മാത്രം ഇട്ടിട്ട് നോക്കുമ്പം അതിന് വേണ്ട ആ കുട്ടിയുടെ ലൈറ്റ് വന്നിട്ട് ആ ബിയിലാണ് തട്ടുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി എന്ന ഭാഗത്ത് തട്ടിയാണ് ആ കുട്ടി ആ വൈക്കോലിൻ്റെ താഴ്ഭാഗം കാണുന്നത്. താഴ്ഭാഗത്തെ ബി എന്നാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതേസമയം രണ്ടാമത്തെ പിക്ചറിൽ വെള്ളം നിറച്ചിട്ട് ആ കുട്ടി നോക്കുമ്പം ബിയിൽ വന്ന് തട്ടേണ്ട ലൈറ്റ് എവിടെ വന്ന് തട്ടിയാണ് നമ്മൾ കാണുന്നത്? സി എന്ന ഭാഗത്ത് തട്ടിയാണ് നമ്മൾ ആ ഭാഗത്താണ് വൈക്കോൽ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു ഇല്ലേ? അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, റിഫ്രാക്ഷൻ എന്ന ഒരു ഫിനോമിനയാണ്. റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. When a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation at the surface of separation of the mediums. This phenomenon is refraction. എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രകാശകിരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വിഭജന തലത്തിൽ വെച്ചിട്ട് ആ ഒരു പാതയ്ക്ക്, ആ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് വായുവിലൂടെ സഞ്ചരിച്ച് ആദ്യം പറഞ്ഞ കൂട്ട് വെള്ളത്തിലോട്ട് കടക്കുമ്പം എന്ത് കൊടുക്കുന്നുണ്ട്? ആ വെള്ളത്തിലോട്ട് കടക്കുന്ന ഭാഗം വന്നിട്ട് അതിൻ്റെ ആ പാത്തിന് നേർരേഖയിൽ വരേണ്ടതായിരുന്നു. പക്ഷെ അതിച്ചിരി വളഞ്ഞ് സഞ്ചരിക്കുന്നത് കൂട്ട് നമുക്ക് തോന്നുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കിയത് ഈ ചാപ്റ്ററിലെ റിഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് വരെയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം കൃത്യമായി വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ നിങ്ങൾക്ക് ക്ലാസ് ഇടുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.